ഹലോ, കല ഇഷ്ടപ്പെടുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. ഇതാണ് നമ്മളെ സ്ഥലം, കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. ഇത് നമ്മൾ തിരുവനന്തപുരത്താണ് ഇരിക്കുന്നത്. വലിയൊരു എൻട്രൻസ് ഒക്കെ ഉണ്ട്. ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് എന്ന്. ടിക്കറ്റൊക്കെ എടുത്തോ, അകത്തോട്ട് കയറി. നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ഉള്ളിലൊക്കെ എന്ന് വെച്ചാൽ എന്തെന്ന് പറയാൻ, കലയാണിത്. ഓരോരോ ആർട്ടിനും ഓരോരോ ഷോപ്പുകളായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ തടിയിൽ ചെയ്യുന്നതാണെങ്കിൽ ഒരു ഷോപ്പ്, കല്ലിൽ ചെയ്യുന്നതാണെങ്കിൽ ഒരു ഷോപ്പ്, മെറ്റൽ ചെയ്യുന്ന ഒരു ഷോപ്പ്. സത്യത്തിൽ ഞാൻ അവിടെ ഒരു ക്ലേയിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സാധനം വാങ്ങാമെന്ന് പറഞ്ഞ് വന്നതാണ്. അതാണ് നോക്കി നടക്കുന്ന ആ ഷോപ്പ്. അവസാനം ഞാൻ ആ ഷോപ്പ് കണ്ടെത്തി. ഇതാണ് ഷോപ്പ്. ടെറാക്കോട്ട ആൻഡ് സെറാമിക് എന്ന ഷോപ്പിൻ്റെ പേര്. ഷോപ്പിൻ്റെ ഉള്ളിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ആർട്ടുകളൊക്കെ ഉണ്ട്. ഓരോന്നും ചെയ്തു വെച്ചിരിക്കുന്നുണ്ട്. എന്ത് പറയാനാ, ആദ്യമായിട്ടാണ് ചെവലിലൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഇതാണ് ഒരു നാച്ചുറൽ സ്പീക്കർ, കാണിച്ചു തരാം. അത് സ്റ്റീരിയോട്ടിക് ടൈപ്പാണ്. ഇത് ഒറ്റ സബ് വൂഫർ വരുന്ന ടൈപ്പാണ്. എനിക്ക് വാങ്ങാനുള്ള സാധനം വാങ്ങിച്ചിട്ട് ഇറങ്ങി. ആർട്ട് വില്ലേജിൻ്റെ അകവും പുറവും ഒക്കെ ഒരുപോലെ ഭംഗിയുള്ളതാണ്. അതുകൂടാതെ കൃഷ്ണൻ്റെ ഒരു ഫ്ലൂട്ടിൻ്റെ ഒരു ബീജമില്ലേ, അതെപ്പോഴും കേട്ടുകൊണ്ടിരിക്കും ഇങ്ങനെ. എന്തായാലും 100 രൂപ കൊടുത്തൊക്കെ കയറിയതല്ലേ, ചുമ്മാ ഇരിക്കാന്ന് പറഞ്ഞിരുന്നതാ. എൻ്റെ നോട്ടത്തിൽ എന്തെങ്കിലും ഒരു പന്നികേടുണ്ടെങ്കിൽ ചുമ്മാ തോന്നിയതായിരിക്കും അത്. ഇതിനകത്തൊരു നല്ലൊരു ആർട്ട് ഗാലറി ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഈ വീഡിയോയ്ക്ക് ഒരു ഷേക്ക് വന്നത് ഞാനൊന്ന് വീഴാൻ വേണ്ടി പോയി, അതാണ് കേട്ടോ. അതിനുള്ളിൽ കലാകാരന്മാർ ചെയ്തു വെച്ച കുറേ കലകളുണ്ട്. കാണാനൊക്കെ ഒത്തിരി ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ അടിപൊളി. ഒരു വട്ടമെങ്കിലും ഒന്ന് കാണാനുള്ളതാണ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. പിന്നെ പുറത്ത് ചെയ്ത് വെച്ചേക്കുന്ന ഈ കഥകളിയും നടരാജ വിഗ്രഹവും എല്ലാം അടിപൊളിയാണ്. ഇതാണ് നമ്മളെ മ്യൂസിയം, അതായത് ആർട്ട് ഗാലറി. സമയത്തിൻ്റെ പരിമിതി മൂലം ഞാനൊരു താറ്റയും പറഞ്ഞ് തിരിച്ചങ്ങ് നടന്നു. വീണ്ടും പറയാം, സമയത്തിൻ്റെ പരിമിതി മൂലം അവിടെയും കയറാൻ പറ്റിയില്ല. ഇനി അടുത്ത തവണ കയറാം. ഒരു വട്ടമെങ്കിലും നിങ്ങളെല്ലാവരും വന്ന് നോക്കണം. ചെയ്തു വെച്ചിരിക്കുന്നല്ലേ, ചുമ്മാ നോക്കോ.